വെനിസ്വേലയിൽ അമേരിക്കൻ അട്ടിമറിയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ഒരു പുതിയ പ്രശ്നമല്ല. 2-3 കാരണങ്ങൾ കൊണ്ട് വെനിസ്വേല കുറേ കാലമായി അമേരിക്കയ്ക്ക് ഒരു തലവേദനയായിരിക്കുകയായിരുന്നു. ക്യൂബയ്ക്ക് ശേഷം അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വെനിസ്വേല. അവിടെ വളരെ അടുത്താണ്, അമേരിക്കയ്ക്ക് വളരെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഡ്രഗ്സ് അമേരിക്കയിലേക്ക് വരുന്നു എന്ന് പരാതി ഉണ്ടായിരുന്നു. അവിടെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് 2 പ്രസിഡൻസ്, ഒരാൾ അമേരിക്ക അംഗീകരിക്കുന്നതും മറ്റ് അംഗീകരിക്കാത്തതുമായ ഒരു പ്രസിഡൻറ്റും കൂടെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളായിട്ട് അമേരിക്ക എങ്ങനെയാണ് വെനിസ്വേലയെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെല്ലാം പ്രധാനമായിട്ടുള്ള ഒരു കാരണം, വെനിസ്വേലയ്ക്കാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത്. ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള രാജ്യമാണ് വെനിസ്വേല. ഗൾഫ് രാജ്യങ്ങളെക്കാളും എല്ലാം വളരെ കൂടുതൽ ഓയിൽ റിസർവ് ഉണ്ട്. അപ്പോൾ ഓയിൽ റിസർവ് എടുക്കാനുള്ള ആഗ്രഹം ഒരു വശത്ത്, മറ്റു വശത്ത് കമ്മ്യൂണിസത്തിനെയും അതുപോലെ ഡ്രഗ്സ് ട്രാഫിക്കിങ്ങിനെയും നിയന്ത്രിക്കാനുള്ള ആഗ്രഹം മറ്റു വശത്ത്. ഇത് രണ്ടും കൂട്ടിയപ്പോഴാണ് അതിനൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു പ്രസിഡന്റ് ട്രംപ്. മറ്റ് പ്രസിഡന്റുമാരെ പോലെ അല്ലല്ലോ അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അതിൻ്റെ പാർശ്വഫലങ്ങളെപ്പറ്റിയൊന്നും അധികം ചിന്തിക്കാതെ തീരുമാനമെടുക്കുന്ന ഒരു പ്രസിഡൻ്റാണല്ലോ അദ്ദേഹം. അപ്പോൾ അതിനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഇത് രാജ്യം ഏറ്റെടുക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത്. സാധാരണയായി അമേരിക്കയെന്ന് ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഒരു റെജീം ചേഞ്ച്, ഭരണാധികാരം മാറ്റുക, അവിടുത്തെ തന്നെ ആരെങ്കിലും അമേരിക്കയോട് കൂടുതൽ അടുപ്പമുള്ള ഏതെങ്കിലും നേതാവിനെ പ്രസിഡൻ്റാക്കി അവരോധിക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുകയല്ല, പലപ്പോഴും പുറകിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിലൂടെ ഒരു പുതിയ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സാധാരണ അമേരിക്ക ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ മറ്റൊരു പുതിയ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആക്രമിച്ച് തന്നെ പ്രസിഡൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ആക്രമിച്ചു എന്ന് തന്നെയല്ല, അവരെ പെട്ടെന്ന് തന്നെ അമേരിക്കയിൽ കൊണ്ടുപോവുകയും അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു കോടതിയിൽ കൊണ്ടുപോയി ഡ്രഗ് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയുള്ള കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാരാണ് അധികാരത്തിലുള്ളതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിരുന്നത്, പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ ഇനി ഭരിക്കും വെനിസ്വേല, പുതിയ ഏതെങ്കിലും അറേഞ്ച്മെൻറ്റ് വരുന്നത് വരെ ഞങ്ങൾ തന്നെ ഭരിക്കാൻ പോവുകയാണ്. അദ്ദേഹം സെക്രട്ടറി സ്റ്റേറ്റിന് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്തു. പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. അപ്പോൾ അതിനിടയിൽ വൈസ് പ്രസിഡൻറ്റിനെ പ്രസിഡൻ്റാക്കാൻ ശ്രമിച്ചു. പക്ഷേ വൈസ് പ്രസിഡന്റ് അധികം സഹകരിക്കുന്നില്ല. പിന്നെ നോബൽ പീസ് പ്രൈസ് കിട്ടിയ ഒരു വെനിസ്വേലൻ സ്ത്രീ ഉണ്ടല്ലോ, മച്ചാഡോ, അപ്പോൾ അവർ പ്രസിഡന്റ് ട്രംപിനോട് വളരെ അടുത്ത ആളാണ്. അവരുടെ സമ്മാനം തന്നെ പ്രസിഡന്റ് ട്രംപിന് സമ്മാനിക്കുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ അവരെ ഒരുപക്ഷെ പ്രസിഡൻ്റാക്കിയേക്കും എന്ന് വിചാരമുണ്ട്. പക്ഷേ ഇപ്പോൾ വൈസ് പ്രസിഡന്റ്, അതൊരു ലേഡിയാണ്, അവരോടാണ് അധികാരം ഏറ്റെടുക്കാൻ പറയുന്നത്. പക്ഷെ അവരത് റിലക്റ്റൻ്റാണ്, അവർ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഓരോ ദിവസവും സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പ്രസിഡന്റിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമോ, അതോ ഇവരെ വീണ്ടും ജയിലിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് ഡയറക്റ്റായിട്ട് ഭരിക്കുമോ എന്നുള്ള ചോദ്യം എപ്പോഴും നിലനിൽക്കുകയാണ്. സാർ, ശരിക്കും എന്തായിരുന്നു ട്രംപ് ലക്ഷ്യമിട്ടത്? ഇനി എന്ത് സംഭവിക്കും വെനിസ്വേലയിൽ? അത് പറയാൻ പ്രയാസമാണ്. കാരണം ട്രംപ് ലക്ഷ്യമിടുന്നത് ഈ ഡ്രഗ് ട്രാഫിക് നിർത്തുക, ഓയിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതൊരു രാജ്യത്തെ അധിനിവേശം കൊണ്ട് ചെയ്യുമ്പോൾ അതിന് വലിയ എതിരുകൾ കാണുമല്ലോ. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ പോലും ധാരാളം ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ട്. ചൈന, റഷ്യ, ഇറാൻ ഇവരൊക്കെ എതിർത്ത് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളവരുടെ വെനിസ്വേലക്കാരുടെ സംരക്ഷണം നോക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പൊതുവെ ലെഫ്റ്റിസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ആരും ഇതിൽ ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാവർക്കും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് എല്ലാവർക്കും ഉള്ളത്.
പക്ഷെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പ്രസിഡന്റ് ട്രംപ് ആയതുകൊണ്ടൊട്ടും ഊഹിക്കാൻ സാധ്യമല്ല. സാർ, ഈ നടപടി ലോക രാജ്യങ്ങളിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും? ഇല്ല, പൊതുവെ ഒരു രാജ്യത്തിനെ മറ്റൊരു രാജ്യം ആക്രമിക്കുക എന്നുള്ളത് അൺഅക്സെപ്റ്റബിൾ ആണല്ലോ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ ഇടപെട്ടപ്പോൾ രാജ്യങ്ങൾ മുഴുവൻ, ലോകരാജ്യങ്ങൾ മുഴുവൻ അതിനെ എതിർക്കുകയായിരുന്നു. പക്ഷേ ചില രാജ്യങ്ങൾ അത് ആവശ്യമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതൊരു ആബ്സല്യൂട്ട് പ്രിൻസിപ്പിളാണ്. സോവറിനിറ്റി വയലേറ്റ് ചെയ്യാൻ പാടില്ല രാജ്യത്തിൻ്റെയും. അതിന് യാതൊരു ന്യായീകരണവും സാധ്യമല്ല എന്നുള്ള ഒരു നിലപാടാണ് ലോകത്തിലെല്ലാം ഉള്ളത്. പിന്നെ പുതിയതായിട്ട് വരുന്ന ഗവൺമെൻറ്റിൻ്റെ നിറമനുസരിച്ച് പല മാറ്റങ്ങളും വന്നു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരാളെ അവിടെ പ്രസിഡൻ്റാക്കി വെച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക, ഓയിൽ സപ്ലൈസോ അതുപോലെ ഡ്രഗ് കാർട്ടൽ നിർത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് വരാം. അല്ലാതെ അമേരിക്ക ഡയറക്റ്റായിട്ട് പോയി ഭരിക്കുമെന്നോ മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിക്കുമെന്നോ ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു ഗ്രാജുവലായിട്ടുള്ള ഒരു നടപടിയായിരിക്കും അദ്ദേഹം എടുക്കുക. അത് ഏത് തരത്തിലായിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ നിവൃത്തിയില്ല. സാർ, ഇറാനിലും പ്രശ്നങ്ങൾ സങ്കീർണമാണല്ലോ. വെനസ്വേലയിലേതുപോലെ സംഭവിക്കുമോ ഇറാനിലും? അമേരിക്കൻ അട്ടിമറി ഉണ്ടാകുമോ? അല്ല, ഇറാൻ വെനസ്വേലയായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇറാൻ ഈസ് എ ബിഗ് കൺട്രി, വളരെ റിസോഴ്സ്ഫുൾ കൺട്രിയാണ്. അതുപോലെ അവർ നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നവരാണ്. അത് ഇൻ്റർഫിയറൻസ് ഒന്നും അവർ സമ്മതിക്കില്ല. എത്രയോ യുദ്ധങ്ങൾ അവർ നടത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറാനിലൊന്നും അതുപോലെ ഇടപെടാൻ സാധ്യമല്ല. പക്ഷേ ഒരു സമയത്ത് പ്രസിഡന്റ് പറഞ്ഞു അവിടുത്തെ ഇറാനിയൻസിനെ ദ്രോഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഗൺ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. അതൊരു പ്രൊവോക്കേഷൻ എന്നുള്ള നിലയിൽ, ഒരു ഭയപ്പെടുത്തൽ എന്നുള്ള നിലയിലാണ്. പക്ഷേ വെനസ്വേല എന്ന് പറയുന്ന ഒരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ആണല്ലോ. സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇൻഫ്ലുവൻസിലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അത് അമേരിക്ക അംഗീകരിക്കാത്തത് ക്യൂബ, നിക്കറാഗ്വ, വെനസ്വേല മുതലായ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ലെഫ്റ്റിസ്റ്റ് രാജ്യങ്ങളാണ്. മറ്റു രാജ്യങ്ങളൊക്കെ എടുത്താൽ, കോസ്റ്ററിക്കയോ ഏതെടുത്താലും അവരൊക്കെ അമേരിക്കയോട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്. ടൂറിസം, ബിസിനസ്, ട്രേഡ് ഇതിലൊക്കെ താല്പര്യമുള്ളവരാണ്. മറ്റ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ കൂടുതലും അമേരിക്കയോട് അടുത്ത് പെരുമാറുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങളുമാണ്, ക്യൂബ, നിക്കറാഗ്വ, വെനസ്വേലയാണ് ലെഫ്റ്റിസ്റ്റ് ആയിരുന്നതും അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമായി തീർന്നത്. അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള വിചാരത്തിലായിരിക്കണം അവർ ഇപ്പോൾ. പക്ഷേ ഏത് തരത്തിലായിരിക്കും ഇത് വരിക എന്നുള്ളത് പ്രവചിക്കാൻ കഴിയുകയില്ല. സർ, ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. ഇറാനിലോ ഗാസയിലോ എന്തെങ്കിലും സൈനിക നടപടി ഉണ്ടാകുന്നു? എവിടെയും ഉണ്ടാകാം. സൈനിക നടപടി എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവിരാമം തന്നെ മുഴുവനായിട്ടും ആയിട്ടില്ലല്ലോ ഗാസയിൽ. ഗാസയിൽ ഇപ്പോഴും ഇസ്രയേലീസ് ആളുകളെ കൊല്ലുന്നുണ്ട്. ഒരു ഫുൾ സീസ് ഫയർ ആയിട്ടില്ല. അതുപോലെ ഹോസ്റ്റേജസിന് മുഴുവനും തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും അവിടെ യുദ്ധം ഉണ്ടാകാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകാം എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതുപോലെയല്ല ഇറാനോ മറ്റേത് രാജ്യമോ. അവിടുത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ മറ്റു തരത്തിൽ കൂടെ നോക്കാനേ സാധ്യതയുള്ളൂ. പക്ഷേ ഇതൊരു പ്രത്യേകതയാണ് വെനസ്വേലയുടേത്. ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈ ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് വെനസ്വേല. സർ, കൊളംബിയയും ആശങ്കയിലാണ്. ലഹരി മരുന്നുകൾ വെനസ്വേല വഴി എത്തുന്നത് കൊളംബിയയിൽ നിന്നാണല്ലോ. ട്രംപ് അവിടെയും സൈനിക നടപടി സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അദ്ദേഹം അത് പറഞ്ഞല്ലോ. കൊളംബിയയിലേക്കുള്ള ഡ്രഗ് ട്രാഫിക്കിംഗ് നിർത്തണമെന്ന് പറയുന്നുണ്ട്. അത് വേണ്ടി വന്നാൽ കൊളംബിയ ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊരു ഫുൾ ഫ്ലെഡ്ജ് പ്ലാനാണ്. ഈ ലാറ്റിൻ അമേരിക്കയെ ഇതിൽ നിന്ന്, ഡ്രഗ്സിൽ നിന്നും മോചിപ്പിക്കുക, അതേസമയം തന്നെ അവിടെയുള്ള മറ്റ് ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ അജണ്ടയിലുണ്ട്. സർ, ട്രംപിന്റെ പുതിയ നീക്കം ഗ്രീൻലാൻഡിലും ആശങ്ക ഉണർത്തുന്നുണ്ട്. വെനസ്വേലയുടെ പശ്ചാത്തലത്തിൽ ഗ്രീൻലാൻഡും പേടിക്കേണ്ടതുണ്ട്? ഇല്ല, ഗ്രീൻലാൻഡും പാനമ കനാലും ഒക്കെ നേരത്തെ കാനഡയും ഇത് മൂന്നുമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളെയും നമുക്ക് കഴിയുമുണ്ട്. പനമ ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ് ഓപ്പറേഷൻ പനമ കനാൽ. അത് തിരിച്ചെടുക്കാനുള്ള ലീഗലായിട്ടുള്ള അധികാരം അമേരിക്കയ്ക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആദ്യം അത് ഏറ്റെടുത്തപ്പോൾ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ. അതുപോലെ ഗ്രീൻലാൻഡിൻ്റെ അവർക്ക് ആവശ്യമുണ്ട് അമേരിക്കയ്ക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാനുള്ളത്. അത് ഡെൻമാർക്കിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് ഗ്രീൻലാൻഡിൽ ഇപ്പോൾ ഒരു പുതിയ റെപ്രസെൻറ്റേറ്റീവിനെ അദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. അത് ഡെൻമാർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുമുണ്ട്.
കാനഡയാണെങ്കിൽ കാനഡ ഒരു 51ാമത്തെ സ്റ്റേറ്റ് ആക്കണം എന്ന് പറഞ്ഞത് എല്ലാവരും ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. പക്ഷേ എന്നാലും അവിടെയും കാനഡയുമായിട്ടും അദ്ദേഹം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ അദ്ദേഹത്തിൻ്റെ അയൽ രാജ്യങ്ങൾ ഒക്കെ ഒന്ന് സ്വന്തം കൈയടക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം അദ്ദേഹം നടത്തുന്നത്. പക്ഷേ എത്രമാത്രം അത് വിജയിക്കും, അതിനുമാത്രമുള്ള സമയം അദ്ദേഹത്തിനുണ്ടോ? ഇപ്പം മിഡ് ടേം ഇലക്ഷൻസ് വരികയാണല്ലോ. കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിന് മെജോറിറ്റി നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും കോൺഗ്രസ്സിലോ സെൻട്രലിലോ പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം ആ സമയത്ത് കാണണമെന്നില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സിലെ അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ അത് അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹം വളരെ ശക്തമായി തിരിച്ചു വരികയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ചെയ്തു തീർത്തിരിക്കുന്ന ഇതൊക്കെയാണ്. എല്ലാ രാജ്യങ്ങളെയും ഈ രാജ്യങ്ങളെയൊക്കെ അദ്ദേഹം മുന്നറിയിപ്പ് നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറയാൻ സാധ്യമല്ല. സാർ, മറ്റൊരു രാജ്യത്ത് ഇത്തരം ഒരു നടപടി സ്വീകരിച്ച ട്രംപിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ എന്തെങ്കിലും പ്രമേയം വരാൻ സാധ്യതയുണ്ട്? ഉണ്ടല്ലോ, ഐക്യരാഷ്ട്രസഭ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വീറ്റോ ഉള്ള രാജ്യത്തിനെതിരായിട്ടൊന്നും ചെയ്യാൻ കഴിയുമല്ലോ. ഇപ്പോൾ റഷ്യ യുദ്ധം നിർത്താൻ സെക്യൂരിറ്റി കൗൺസിലിന് കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്തവർ പറഞ്ഞാലും റഷ്യ വിൽ വീറ്റോ ഇറ്റ്. അപ്പോൾ വീറ്റോ അധികാരമുള്ള രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ സെക്യൂരിറ്റി കൗൺസിലിന് കഴിയുകയില്ല. അതാണ് പ്രശ്നം. സർ, ട്രംപിന്റെ നടപടി പോലെ ഇന്ത്യയും ഇത്തരം നടപടിയിലൂടെ ഭീകരാക്രമണത്തിലെ പ്രതികളെ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരണം എന്ന ആശയം ഉവൈസി ഉന്നയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? ഇല്ല, അത് നമ്മളത് ക്ലെയിം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഏതെങ്കിലും ആക്ഷൻ എടുത്ത് POK തിരിച്ചെടുക്കാനൊന്നും ഇന്ത്യ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യം, ബിക്കോസ് അമേരിക്കൻ ഡെമോക്രാറ്റിക് രാജ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫിലോസഫി പീസ്ഫുള്ളായിട്ട് ഇതൊക്കെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ POK നമ്മുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറയുന്നു. അതേസമയം തന്നെ കാശ്മീർ മുഴുവനായിട്ട് നമ്മുടെ ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് പറയുന്നു. അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ സമാധാനത്തിലൂടെ നേടിയെടുക്കാനായിരിക്കും നാം ശ്രമിക്കുക. പ്രസിഡന്റ് ട്രംപിനെ പോലെയുള്ള ഒരു ആക്രമണമോ ഒന്നും ഇന്ത്യയിലൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.